ഇപ്പം എന്താ നമ്മൾ ചെറുപുഴക്കത്തെ ഏറ്റവും വലിയ പ്രശ്നം മറ്റു പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം വെച്ചാൽ നമ്മുടെ പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെറുപുഴ ടൗണിലില്ല. തീർച്ചയായിട്ടും അത് പണ്ടേ ഇല്ലല്ലോ. ചെറുപുഴ ടൗണിന്റെ ശാപമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനില്ല എന്നുള്ളത്. ചെറുപുഴ ടൗണിന്റെ ശാപം തന്നെയാണ്. അത് തന്നെയാണ്. അതെ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ മിക്കവാറും 1, 2, 3 വണ്ടികളുള്ള വീടുകളൊക്കെ ഉണ്ട്. ഈ 3 വണ്ടിയും കൊണ്ട് ഒരു ബസ് സ്റ്റാൻഡ് ആവശ്യമില്ലല്ലോ. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ ഗോവിന്ദേട്ടാ, ചെറുപുഴ ടൗണിൽ ആവശ്യത്തിലധികം റോഡിന് വീതിയുണ്ട്. പക്ഷേ ആ വീതിയിൽ അത് മുതലെടുത്തുകൊണ്ട് ആളുകൾ കൊണ്ടുപോയിട്ട് അപ്പുറം ഇപ്പുറം വണ്ടി വെക്കും. ശരിക്കും ഒരു വണ്ടി പോകാനുള്ള സൗകര്യം, ഓടുന്ന വണ്ടിക്ക് പോകാനുള്ള സൗകര്യം ബസ് സ്റ്റാൻഡിലില്ല. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് ഞാൻ കണ്ടൊരു നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വണ്ടിക്ക് കച്ചവടക്കാരൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് സാധനം മേടിക്കാൻ പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം കച്ചവടക്കാരൻ ഇതിനാണ് വ്യാപാരി വ്യവസായ സമിതി സമരം ചെയ്യല്ല, ഞങ്ങളത് എൻ്റെ അകത്ത് ഇടപെടുകയും ആ രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ വണ്ടി എവിടെയെങ്കിലും അങ്ങ് പാർക്ക് ചെയ്യും, കയറിപ്പോ. പിന്നെ അവര് രാവിലെ വന്നാൽ പിന്നെ രാവിലെ വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വൈകുന്നേരമാണ്. ഇതിന്റെ വേറൊരു വിഷയം, നമ്മളിപ്പോ വണ്ടി പാർക്ക് ചെയ്യുന്ന പറഞ്ഞു, ചെറുപുഴയിലത്തെ കച്ചവടക്കാർക്ക് കച്ചവടം കുറവാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇപ്പം നിങ്ങൾ ഇവിടെ രാധാകൃഷ്ണൻ്റെ കടയുണ്ട് എൻ്റെ അടുത്ത്. അവിടെ വണ്ടി വെക്കാൻ സൗകര്യമുണ്ട്, അത്യാവശ്യം പെട്ടെന്ന് എല്ലാ സാധനവും അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ കച്ചവടം തന്നെ ചെറുപുഴത്തെ വലിയ കച്ചവടക്കാരനില്ല. അതാണ് അവസ്ഥ. കാരണം വെച്ചാൽ വന്നു വണ്ടി നിർത്തി ഓൻ്റെ സാധനം വെച്ചു പോയി. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും നിർത്തി 5 കിലോ സാധനം വേണ്ടി ഇത് ചോക്കാൻ ആരെ കൊണ്ടാവും? ആ മോളിലെ ബസാറിലൊന്നും ശരിക്കും പറഞ്ഞ കച്ചവടം വണ്ടി വെക്കാൻ ഒരു സൗകര്യമില്ല. ഹോട്ടലുകളുടെ അവസ്ഥ അത് തന്നെയാണ്. പാർക്കിംഗ് ഇല്ലാത്ത ഹോട്ടലുകൾ ചെറിയ പണ്ട് നമുക്ക് കത്തി നിന്നുകൊണ്ടിരുന്ന ഏറ്റവും നല്ല ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കത്തി നിന്നുകൊണ്ടിരുന്ന ചെറുപുഴ മെയിൻ ഹോട്ടലുകളൊന്നും കച്ചവടമില്ല. കച്ചവടമില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫാമിലിയായിട്ട് വന്നു പാർക്ക് ചെയ്ത് നമുക്ക് കയറി ഫുഡ് കഴിക്കാൻ ഉള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ വണ്ടി വെച്ചിട്ട് വൈകുന്നേരം വണ്ടി എടുക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കി വണ്ടി പാർക്ക് ചെയ്യാൻ. സുരേഷ് വേറൊരു കാര്യം ചോദിക്കട്ടെ, വണ്ടി വെച്ചതും പോയതൊക്കെ ശരി. ഈ ഇപ്പൊ എനക്ക് പോലെ ഞാൻ അവിടെ വണ്ടി കൊണ്ടുവെക്കുന്നിരിക്കട്ടെ, വണ്ടി കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എവിടെ കൊണ്ടുവെക്കണം? വണ്ടി എവിടെ ഇപ്പൊ എന്റെ കടേന്റെ മുമ്പിൽ ഞാനൊരു വണ്ടി കൊടുക്കാം, എന്റെ സ്ഥാനത്തിന് മുമ്പിൽ ഒരു വണ്ടി വെക്കണമെങ്കിൽ മുമ്പിൽ വെക്കണ്ട, പോട്ട് ഞാൻ എവിടെ കൊണ്ടുവച്ചിട്ട് വരണ്ട കടയിലേക്ക്. അവിടെ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് കൊടുക്കണം. പഞ്ചായത്തിന്റെ പാർക്കിങ്ങിന്റെ സ്ഥലത്ത് ആടെ എത്ര വണ്ടി? സ്വകാര്യ വ്യക്തികളെ ഏതോ പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ലേ അവിടെ? ചെറുപുഴ ടൗൺ പോലെ തന്നെ വിപുലമായ ഇതുള്ള രീതിയിലുള്ള ടൗണിൽ പഞ്ചായത്തിന് സൗകര്യം കൊടുക്കാൻ കഴിയില്ല. നേരത്തെ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് പിന്നെ മറ്റേ പേ പാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ എത്ര വണ്ടി വെക്കാൻ കഴിയില്ല നമുക്ക്? എത്രയാവല്ലോ, കുറച്ചേ ഉള്ളൂ, ഒരു 20 വണ്ടി. പാലത്തിന്റെ അവിടെ വെക്കാൻ പോയത് പരിമിതമായ വണ്ടികളാണ്. അത് മാത്രല്ല, ഈ നമ്മളെ ബാറിലേക്ക് പോകുന്ന വഴിയില്ലേ, അതിനെ കൂടെ എങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് സൈഡിലേക്ക് കൂടെ ബാറിലേക്ക് പോകും. നമ്മള് മാറുന്നതിന് കൂടെ നടന്നിട്ട് വരാൻ പറ്റൂല. രണ്ട് സൈഡിലും പാർക്കിംഗ് ആണ്. എന്ത് ജനങ്ങളെ വിചാരം ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ എപ്പോഴും പറയില്ലേ, അവിടെ അത്യാവശ്യം സാധനം മേടിക്കും, SBI ബാങ്കിൽ പോകേണ്ടത്. സുരേഷ്, ഒരു സൈഡിൽ പാർക്കിംഗ് ഓക്കെ, ഇത് 2 സൈഡിലും പാർക്ക് ചെയ്ത് അതിന്റെ നടുക്ക് ആൾക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായില്ല, ഈ ബാറിന്ന് വരുന്ന ആൾക്കാർക്ക് നേരെ ലെവലിൽ പോകാൻ കഴിയില്ല. അവർ എവിടെയും തട്ടിമുട്ടിയും വീണ്ട നമ്മൾ അതൊരു കാര്യം. ബാറിൽ വരുന്ന വണ്ടിക്കാർക്ക് ബാറുകാരൻ മാത്രല്ല, വണ്ടി പാർക്ക് ചെയ്ത് വരുന്നില്ലേ, അവിടെ പാർക്ക് ചെയ്തതിന്റെ കഷ്ടപ്പാട് എനിക്കറിയില്ല. ഇപ്പം വന്നപ്പാട് കുപ്പി മഞ്ച് അടിച്ചു വന്നിട്ട് ബിയറിന്റെ സാധനമില്ലേ അടപ്പ്, ആരെ കൊണ്ട് വണ്ടിന് പെയിന്റ് ചെയ്യണ്ടേ? ഇപ്പുറത്ത് തെറ്റിയ പുഴയിലേക്കും പോകും. ആ പുഴയുടെ സൈഡിലേ അതായത് വാഹനം പെരുകുന്നതനുസരിച്ചിട്ട് ഉള്ള സൗകര്യം നമ്മുടെ നാട്ടിലില്ല എന്ന് പറഞ്ഞാൽ മതി. അതാണ് അതിന്റെ വസ്തുത. നമ്മുടെ നാട്ടിൽ വാഹനം പെരുകുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ വാഹനം പെരുകുന്നതനുസരിച്ച് അതിന് മാത്രം ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കാൻ കഴിയും. ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന് ഒരു സിസ്റ്റം എന്താ അറിയോ, നമ്മള് അവിടെ ഹോം ഗാർഡ്സിനെ കാണുന്നുണ്ട്, പോലീസുകാരെ കാണുന്നുണ്ട്. ഇപ്പൊ എന്റെ മുമ്പിൽ ഇപ്പൊ ഒരാള് ഹോം ഗാർഡ് ആയിക്കോട്ടെ, അയാള് എന്താ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അയാള് നിസ്സഹായനാണ്. അയാളെ മുമ്പിൽ വണ്ടി വരുന്നേ എന്താ പറയണ്ടത്, അവർക്കൊന്നും പറയാൻ കഴിയില്ല. ഒന്നും പറയുന്നത് ഇപ്പൊ വരുന്നത് അരമണിക്കൂർ നേരം കടയുടെ മുമ്പിൽ പാർക്ക് ചെയ്യാനുള്ള അനുമതി ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ഇപ്പൊ സുരേഷിന്റെ കടയുടെ മുമ്പിൽ 1/2 മണിക്കൂർ ആയെന്ന് നോക്കിട്ട് ആര് ക്ലോക്കും പിടിച്ചോണ്ടിരിക്കല്? ഇതെല്ലാം വരേണ്ട സ്വന്തം മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ്, അല്ലാണ്ട് മറ്റുള്ള ശല്യാക്കാണ്ട് പാർക്ക് SBT പോയി,
ഹോസ്പിറ്റലിൽ പോയാൽ 15 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന വിചാരിച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാം. അതൊന്നുമില്ല. ഓൻ അരമണിക്കൂറായി കഴിഞ്ഞാൽ ആര് അരമണിക്കൂർ നോക്കില്ല, അപ്പൊക്കെ പെറ്റി അടിക്കാൻ കഴിയാം. ഇല്ല, അതിന് വേറെ ദോഷം കൂടെ ഉണ്ട്. പെറ്റി അടിക്കുന്നതൊന്നും തെറ്റല്ല, കാരണം വണ്ടി കയറ്റുന്ന നിയമങ്ങളെല്ലാം ചില ആളുകൾക്ക്, ചില പോലീസുകാർക്ക് വെറുതെ പോകുന്നവനെയും പൈനടിക്കും. വെറുതെ പോകുന്നത് ഒരു പാവം. അയ്യോ, നിങ്ങൾ എല്ലാരും അല്ല പറഞ്ഞത്. കഴിഞ്ഞ ഒരു പാവത്തെ ഒരു പാവത്തെ വണ്ടി കൊണ്ട് നിർത്തിയതില്ല, അയാൾ എവിടെ പോയിട്ടൊന്നുമില്ല. ആ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരടിച്ചു. അല്ല, ഓനാണ് വണ്ടി ഞാൻ കണ്ടോ. അത് പറഞ്ഞ വലിയ കഥ നമുക്കെല്ലാം പറയാനുണ്ട്. ഉണ്ട് ഈ പാമ്പിനെ കൊന്ന് കഥ പറയില്ലേ, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെറുപുഴത്തെ പോലീസുകാരുണ്ടല്ലോ എന്റെ വീട്ടിലേക്ക് കുറയാക്കുന്നവരല്ല. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. എന്റെ വീട്ടിലേക്ക് ഞാൻ കാറും കൊണ്ട് പോയിട്ട് ആടെ നിർത്തിയിട്ട് ഇയാളെ മീനും മേടിച്ചോണ്ട് മീൻ മേടിച്ചു വീട്ടിലേക്ക് കൊണ്ടുമ്പോ അതിന്റെ അവിടെ പോലീസ് വന്നിട്ട് നിർത്തി ചോദിച്ചില്ലേ എവിടെയാ പോകുന്നത്. എന്റെ വീട്ടിലൊക്കെ ഞാൻ പോകുന്നത് വണ്ടി കൊണ്ട്. പക്ഷെ അതിന് വേറെ അല്ലല്ല, ലക്ഷ്മണന്റെ വീട്ടിലേക്ക് റോഡിലെ കാണെങ്കിലും പോയേക്കാനുള്ള മര്യാദ കാണിക്കണം. അല്ല, അതെന്റെ വീട്ടിലേക്ക് കാണില്ല, എന്റെ റോഡ് ഞാൻ ക്ലിയറാക്കി. നമ്മളിപ്പോ വർക്ക്ഷോപ്പിന്റെ യൂണിഫോം ഇട്ടിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് ലൈസൻസ് വെച്ചിട്ടാ നമ്മള് പോകും. വർക്ക്ഷോപ്പിന്റെ യൂണിഫോം ഇട്ട് നമ്മളും വർക്ക്ഷോപ്പുകാരനാണ്. നമ്മൾ വർക്ക്ഷോപ്പിന്റെ യൂണിഫോം ഇട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെ നമ്മൾ സീറ്റ് ബെൽറ്റ് അതിന്റെ റൂൾസ് അനുസരിച്ച് ഹെൽമെറ്റ് ആണ്, ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ പോകുന്നു. നമ്മളൊന്നും പോലീസുകാർ കൈ കാണിച്ച് നിർത്തി നമ്മളൊന്നും എന്നെ കൈ കാണിച്ചാൽ ഞാൻ വീട്ടിലേക്ക് ബാക്കിൽ വന്നോ. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മളവിടെ ചെയ്യും. ഞാൻ വീട്ടിലേക്ക് മീൻ കൊടുക്കാൻ വേണ്ടി വന്ന സമയത്താണ് റോഡ് സൈഡിൽ നിർത്തി. എന്നാ ഞാൻ ചോദിച്ചു, എന്താ സാറേ പ്രശ്നം, എന്താ സാറേ പ്രശ്നം, അതും മിണ്ടുന്നില്ല. പിന്നെ നമ്മളെന്ത് എന്താ ചെയ്യണ്ടേ? എനിക്ക് വണ്ടി സർവീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറ്റും. ഞാൻ സർവീസ് സ്റ്റേഷനിൽ അവിടെ വണ്ടി ഓടിച്ചു, അവിടെ എത്തി. എന്നിട്ടും ചോദിച്ചിട്ട് പിന്നെയും മിണ്ടുന്നില്ല. നിങ്ങൾ ഇതിനിടയ്ക്ക് കഞ്ചാവ് കച്ചവടക്കാരനായിട്ട് റീൽ ചെയ്തില്ലേ? അതന്നെ കാരണം. ഷോർട്ട് ഫിലിം ചെയ്തത് അതായിരിക്കും. അത്രേ ഉള്ളൂ. ശരിക്കും ഞാൻ പറയാം, ചെറുപുഴത്തെ പോലീസ് പറഞ്ഞ അനാവശ്യമായിട്ട് ഉപദ്രവിക്കലൊന്നുമില്ലേ? ഒന്നുമില്ല. ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എനക്കില്ല. നമ്മക്ക് ഒരു പോലീസുകാരും നമ്മൾ നിയമം വിട്ടിട്ട് അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്നല്ല. ശരിക്കും ഇത് കൊണ്ടുവന്ന ആൾക്കാരെ പോയി പിടിക്കണം. അതാണ് അതിന്റെ അല്ല നോട്ടാ. അത്തരം രീതിയില് ഒരു പെരുമാറ്റം നമ്മുടെ പാർക്കിംഗ് വിഷയം, നമ്മുടെ പാർക്കിംഗ് ആണ്. നമ്മുടെ വാഹനം പെരുകുന്നതനുസരിച്ചിട്ട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുക. പക്ഷെ ഓരോ വ്യക്തികളും അതിനോട് ഒരു മനസ്സ് കാണിച്ചുകൊണ്ട് ഒരു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കുകയും സ്വയം ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം ഒരു 70% പരിഹരിക്കും. അത് ഒരാളെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുണ്ടാവണ്ടാവും അല്ലേ? നേരം കൊണ്ടൊന്നും നടുറോടുമ്പോ ചവിട്ടി പ്രാർത്ഥിക്കും. അത്രേ ഉള്ളൂ. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.